പുതുവർഷ ദിനത്തിൽ പുതിയ ചരിത്രം കുറിച്ച് ISRO. ഇന്ത്യയുടെ അഭിമാന വിക്ഷേപണ വാഹനമായ PSLVയുടെ 60ാം വിക്ഷേപണ ദൌത്യം വിജയകരമാക്കി ഇന്ത്യൻ ബഹിരാകാശ ഗവേഷണ സംഘടന. 3, 2, 1, 0. PSLV C-58 രാവിലെ 9:10 ശ്രീഹരിക്കോട്ടയിലെ സതീഷ് ധവാൻ സ്പേസ് സെന്ററിൽ നിന്ന് എക്സ്പോസാറ്റും കേരളത്തിന്റെ വിസാറ്റും ഉൾപ്പെടെ 10 ചെറു ഉപഗ്രഹങ്ങളുമായി ബഹിരാകാശത്തേക്ക് കുതിച്ചുയർന്നു. ശ്രീഹരിക്കോട്ടയിൽ നിന്ന് പുറപ്പെട്ട് 21 മിനിറ്റിനുള്ളിൽ 650 കിലോമീറ്റർ ഉയരത്തിൽ ഭ്രമണപഥത്തിലെത്തിച്ച PSLV C-58 വിക്ഷേപണത്തോടെയാണ് ഇന്ത്യൻ ബഹിരാകാശ ഗവേഷണ ഏജൻസി 2024 തുടക്കം കുറിച്ചത്. സ്പേസ് സെന്ററിലെ 1ാം വിക്ഷേപണ തറയിൽ നിന്നായിരുന്നു വിക്ഷേപണം. എനർജി ബാൻഡിലെ എക്സ്റേ ധ്രുവീകരണം, ഊർജ്ജ ബാൻഡിൽ കോസ്മിക് എക്സ്റേ സ്രോതസ്സുകൾ സംബന്ധിച്ചുള്ള പഠനങ്ങൾ നടത്തൽ, കോസ്മിക് സ്രോതസ്സിൽ നിന്നുള്ള എക്സ്റേ ഉദ്വമനം അളക്കൽ എന്നിവയാണ് എക്സ്പോസാറ്റ് ദൌത്യത്തിന്റെ പ്രധാന ലക്ഷ്യങ്ങൾ. ബഹിരാകാശത്തെ എക്സ്റേ തരംഗങ്ങളുടെ പോളറൈസേഷനെക്കുറിച്ച് പഠിക്കാൻ ഇന്ത്യ അയക്കുന്ന ആദ്യ ഉപഗ്രഹമാണ് എക്സ്പോസാറ്റ്. 5 വർഷമാണ് എക്സ്പോസാറ്റിന്റെ പ്രവർത്തന കാലാവധി. PSLVയുടെ 60ാം വിക്ഷേപണമായിരുന്നു ഇത്. അൾട്രാവയലറ്റ് കിരണങ്ങൾ ബഹിരാകാശത്തും ഭൂമിയിലും ഉണ്ടാക്കുന്ന സ്വാധീനം കേരളത്തിന്റെ കാലാവസ്ഥയെ എപ്രകാരം ബാധിക്കുന്നു എന്ന് പഠിക്കാനുള്ള ഉപഗ്രഹമാണ് വിസാറ്റ്. കേരളത്തിലെ തിരുവനന്തപുരം പൂജപ്പുര LBS വനിതാ എഞ്ചിനീയറിംഗ് കോളേജിലെ വിദ്യാർത്ഥിനികളാണ് വിസാറ്റിന് രൂപം നൽകിയത്. ന്യൂസ് ഡെസ്ക്, ദൂരദർശൻ.